പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ ദൈവസന്നിധി നമുക്കായിരിക്കാം. 2000 വർഷം കൊണ്ട് അവനിവിടെ അകല കോണുകളിലും അസംഖ്യ ഭാഷകളിൽ അഭിരാമം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏക സന്ദേശമാണ് സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ ചരിത്രവിഹായസിലെ ഉദയത്തോടെ അവൻ്റെ സുവിശേഷമാകുന്ന കിരണങ്ങൾ അവനിവിടെ ഏതെല്ലാം കോണിൽ പതിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അടിസ്ഥാനകരമായ വിപ്ലവകരമായ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് ജനഹൃദയങ്ങൾ കൂട്ടമായി വിധേയരായിട്ടുണ്ട്. ഈ മാറ്റത്തെ ആയിരിക്കാം നമ്മുടെ സമൂഹം നിർബന്ധിത മതപരിവർത്തനമെന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത്. അതതിൻ്റെ വഴിക്ക് പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് ഇന്ന് എത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ജനഹൃദയങ്ങൾ കൂട്ടമായി വിധേയരായിട്ടുണ്ട്. കേരള വ്യാപകമെന്നല്ല, ഭാരത വ്യാപകമെന്നുമല്ല, ആഗോള വ്യാപകമായി തന്നെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇന്ന് കൈമാറ്റം ചെയ്തിട്ടുള്ള സംഭാവനകൾ, ഇത് വരുത്തിയിട്ടുള്ള വ്യതിയാനങ്ങൾ ഇന്ന് രാത്രി അവർണ്ണനീയമാണ്, അവിശ്വസനീയമാണ്. ഏത് നരഭോജികളെയും നരസ്നേഹികളാക്കി മാറ്റാൻ, ഏത് കുലപാതകന്മാരെയും കുഞ്ഞാടുക്കളാക്കി മാറ്റാൻ, ഏത് നിഷ്ഠൂരന്മാരെയും ഉപദ്രവികളെയും സ്നേഹവാന്മാരാക്കി മാറ്റുവാൻ ഇന്ന് രാത്രിയിലും നാം പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ശക്തിയുണ്ട്. അപ്പോൾ തന്നെ അഭിമാനത്തോടെ തലപൊക്കി ഒന്ന് തിരിഞ്ഞു നോക്കാമെങ്കിൽ ഈ സുവിശേഷത്തിന്റെ പ്രഖ്യാപനങ്ങൾക്കെതിരെ ഉയരാത്ത പ്രതിസന്ധികൾ ഇന്ന് ഈ ലോകത്തിലില്ല. യേശുക്രിസ്തുവിന്റെ ചരിത്രവിഹായസിലെ ഉദയത്തോടെ അവന്റെ സുവിശേഷമാകുന്ന കിരണങ്ങൾ എന്നീ ലോകത്തിൽ വന്നോ അന്നു മുതൽ ഇന്നു വരെ പിന്നിട്ട കാലഘട്ടങ്ങൾ ഈ സുവിശേഷം തരണം ചെയ്തിട്ടില്ലാത്ത പ്രതിസന്ധികളില്ല. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിനെതിരെ ഇന്ന് തലപൊക്കിയിട്ടില്ലാത്ത രാജ്യങ്ങളില്ല. ഇതിനെതിരെ കരം പൊക്കിയിട്ടില്ലാത്ത സാമ്രാട്ടുക്കൾ, രാജാക്കന്മാരില്ല. ഈ സുവിശേഷത്തിനെതിരെ ഉയരാത്ത ചെങ്ങലുകളില്ല, ചമ്മട്ടിയില്ല, കല്ലേറില്ല, പുടവാളില്ല, വടിവാളില്ല. ഇതിനെതിരെ തുറക്കാത്ത കാരാഗൃഹത്തിന്റെ വാതിലുകളില്ല. ഇതിനെതിരെ ഇവിടെ പാസാക്കാത്ത നിയമങ്ങളും ബില്ലുകളുമില്ല. എന്ന് വേണ്ട കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, ഇക്കണ്ട അവനിവിടെ അകല കോണിൽ നിന്നും സുവിശേഷത്തെ അടിവേരോടെ പറിച്ചെറിയാൻ കാലാകാലങ്ങളിൽ എത്രയോ ശക്തികൾ ഇവിടെ അരയും തലയും മുറുക്കി ഉദയം ചെയ്തിട്ടുണ്ട്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു പറയാം, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തു നിന്നും അടിവേരോടെ പറിച്ചെറിയാൻ ഏതൊക്കെ ശക്തികൾ ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ടോ ആ ഉദയം ചെയ്ത ശക്തികൾ എത്ര കിടയറ്റതാണെങ്കിലും കരുത്തുറ്റതാണെങ്കിലും അതിന്റെ മുമ്പിൽ പരാജയപ്പെട്ട് അടിയറ പറഞ്ഞ് പിന്മാറാതെ ഇതിനെ തകർക്കാൻ തലപൊക്കിയ സമസ്ത ശക്തികളെയും ഇന്ന് രാത്രിയിലും നിർദാക്ഷിണ്യം വചനമെന്ന എതിർവാദമെന്ന ചക്കിൽ ചതച്ച് ചാറില്ലാത്ത ചണ്ടിയാക്കി ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സുവിശേഷം ഇന്ന് രാത്രിയിലും ലോകത്തിൽ ജീവിക്കുന്നു, ഭാരതത്തിൽ ജീവിക്കുന്നു, കേരളത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ഈ റാന്നിയിലും അതെന്റെ യാത്ര തുടരുകയാണ്. ഇതിനെ പിടിച്ചു കെട്ടാൻ ചെങ്ങലയ്ക്ക് കഴിയൂല, ഇതിനെ വെട്ടിമുറിക്കാൻ വടിവാളുകൾക്ക് കഴിയൂല, ഇതിനെ ആട്ടിപ്പായിക്കാൻ കല്ലേറുകൾക്ക് കഴിയൂല, ഇതിനെ ബന്ധിച്ചൊതുക്കാൻ മറയ്ക്ക് തുറന്ന കാരാഗൃഹത്തിന്റെ വാതിലിന് കഴിയത്തില്ല. ഇതിനെയും നിർമ്മാർജ്ജനം ചെയ്യാൻ മാറി മാറി ഭരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ഭരണകൂടങ്ങളും പാസാക്കുന്ന ബില്ലുകൾക്കും നിയമങ്ങൾക്കും കഴിയത്തില്ല. കാരണം ഇന്ന് രാത്രി നാം ഇവിടെ ഉയർത്തുന്ന ഈ സുവിശേഷത്തിന്റെ സംവിധായകൻ മതമല്ല, ഒരു പിടി മനുഷ്യരല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല. ഈ സുവിശേഷത്തിന്റെ സ്ഥാപകൻ മഹാദൈവമാണ്. പാരിൽ പിറന്നു വീണ പഞ്ചപാപിയായ മനുഷ്യന്റെ പാപം കഴുകി അവനെ പരത്തിലെത്തിക്കുവാൻ പരമദൈവം ആസൂത്രണം ചെയ്ത ഏകരക്ഷാ പദ്ധതിയുടെ വിശദീകരണമാണ് ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ആ സുവിശേഷവുമായിട്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ജനഹൃദയങ്ങളെ വിധേയരാക്കാൻ കരുത്തുള്ള, സർവോപരി പാപത്തിന്റെ അഴുക്ക് കഴുകി മനുഷ്യനെ നിത്യതയിലെത്തിക്കാൻ കഴിവുള്ള സുവിശേഷത്തിന്റെ വിളംബരങ്ങളുടെ കേൾവിയിലേക്ക് എല്ലാ ദൈവമക്കളുടെയും നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും ശ്രദ്ധ ഒരിക്കൽ കൂടെ എന്നിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ എൻ്റെ പ്രമേയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി, നമ്മുടെ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനുമൊക്കെ ആധാരമായ പവിത്രവാക്യ സംഹിതയാകുന്ന വിശുദ്ധ ബൈബിളിലെ അലംഘനീയമായ 1-2 വേദസൂക്തങ്ങൾ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ധന്യനായ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കും. മത്തായി സുവിശേഷം
17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്നാ. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ട്. പ്രാർത്ഥനയോടെ ദൈവാശ്രയബോധത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ രാത്രിയിലെ ദൈവവചനത്തിന്റെ സമഗ്രമായ അപഗ്രഥനങ്ങൾക്ക് ആധാരമായി നാം വായിച്ച തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യം നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചയമാണെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ സംഭവിച്ച വ്യത്യസ്തമായ ഭയങ്കരമായ ഒരു സംഭവ ചരിത്രമാണ് ഈ രാത്രിയിൽ നാം വായിച്ചത്. ഈ ദിവസങ്ങളിലെ എൻ്റെ ദൈവവചന ധ്യാനങ്ങളിൽ വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ചില വാക്യങ്ങളാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നാം ഇവിടെ നിർത്തിയത്. തിരക്കുകളുടെ നടുവിൽ ആവർത്തിച്ച് പലവട്ടം ഈ വേദഭാഗം വായിച്ചപ്പോൾ ഈ വാക്യങ്ങളിലെ വായനകളിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ദൂത് 5-ാമത്തെ വാക്യമാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അവ യേശുവിന് ചെവി കൊടുപ്പീൻ എന്നൊരു ദൂതാണ് ഈ വാക്യത്തിലൂടെ ആത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. ഈ യോഗ പരമ്പരയുടെ പ്രഥമ രാത്രിയിൽ എന്റെ പ്രഭാഷണത്തിന്റെ പ്രമേയം യേശു ക്രിസ്തുവിന് ചെവി കൊടുപ്പീൻ. എന്തുകൊണ്ട് കർത്താവിന് ചെവി കൊടുക്കണം? കർത്താവിന് ചെവി കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? പിറകാലെ ഞാൻ വിശകലനം ചെയ്യാം. ഇതൊരു സുവിശേഷ യോഗമാണെങ്കിലും കൃപ പ്രാപിച്ച ഒരു കൂട്ടം ദൈവമക്കൾ ഇതിനകത്തുള്ളത് കൊണ്ട് ആ 5-ാം വാക്യം മാത്രം വായിച്ച് ഈ രാത്രി ഞാൻ എന്റെ സന്ദേശം സാർവത്രികമാക്കുന്നില്ല, പൊതുവൽക്കരിക്കുന്നില്ല. മുകളിലത്തെ 4 വാക്യങ്ങൾ കൂടെ അല്പമായി ധ്യാനങ്ങൾക്ക് ഇവിടെ വിധേയമാക്കുകയാണ്. അപ്പോൾ 17-ാം അധ്യായത്തിന്റെ പ്രഥമ വാക്യത്തിൽ നാം വായിച്ചത്, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഈ മലയ്ക്ക് താബോർ മലയെന്നും അപ്പോൾ തന്നെ മറുരൂപ മലയെന്നും 2 പേരുണ്ട്. ചിന്തകരുടെ അഭിപ്രായത്തിൽ ഏതാണ്ട് കനാന്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. 1-ാം വാക്യം ആവർത്തിച്ച് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ മുളപൊട്ടിയ ഒരു ചോദ്യം, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി എന്തിനാണ് ഈ താബോർ മലയിലേക്ക് അല്ലെങ്കിൽ ഈ മറുരൂപ മലയിലേക്ക് പോയത്? 12 ശിഷ്യന്മാരെ യേശു ക്രിസ്തുവിനുള്ളിടത്ത് 9 പേരെ മാറ്റി നിർത്തിയിട്ട് ഈ 3 ശിഷ്യന്മാരെയും കൊണ്ട് എന്തിനാണ് കർത്താവ് ഈ താബോർ മലയിലേക്ക് പോയത്? ആ മലയുടെ മുകളിൽ കയറി ശിഷ്യന്മാരുമായി പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനല്ല. ആ മലയുടെ മുകളിൽ കയറി ശിഷ്യന്മാരുമായി കുറെ നേരം സംസാരിക്കാനല്ല. ആ മലയുടെ മുകളിൽ കയറി ശിഷ്യന്മാരുമായി കുറെ ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുവാനുമല്ല. പിന്നെ എന്തിനാണ് ഈ 3 ശിഷ്യന്മാരുമായിട്ട് യേശു മറുരൂപ മലയിലേക്ക് പോയത്? ആ ചോദ്യത്തിന്റെ ഉത്തരം 2-ാം വാക്യത്തിലുണ്ട്. അവരുടെ മുൻപാകെ അവൻ രൂപാന്തരപ്പെട്ടു. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അപ്പൊ ഈ 3 ശിഷ്യന്മാരെയും കൊണ്ട് എന്തിന് യേശു മറുരൂപ മലയിലേക്ക് പോയി? ഉത്തരം, അവരുടെ മുൻപാകെ രൂപാന്തരപ്പെടാൻ. ഒന്നുകൂടെ വിശദമാക്കിയാൽ, യേശു ക്രിസ്തുവിന്റെ മറുരൂപ മലയിലെ രൂപാന്തരത്തിന് സാക്ഷികളാകാനാണ് ഈ 3 ശിഷ്യന്മാരെ മറുരൂപ മലയിലേക്ക് തന്നോട് കൂടെ കൊണ്ടുപോയത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരെ മാത്രമാണ് യേശുവിനോടുകൂടെ മറുരൂപ മലയിലെ രൂപാന്തരത്തിന് സാക്ഷികളാകാൻ യേശു കൂടെ കൊണ്ടുപോയത്.
സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ അവയ്ക്ക് സാക്ഷ്യം വഹിക്കാനും യേശുവിനോട് കൂടെ ആരുണ്ട്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. മറുരൂപമലയിൽ അവിടുത്തെ യേശുവിന്റെ രൂപാന്തരത്തിന് സാക്ഷ്യം വഹിക്കാൻ മാത്രമല്ല, സുവിശേഷത്തിന്റെ താളുകൾ നാം മറിക്കുമ്പോൾ അത്തരത്തിലുള്ള പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ അവയ്ക്കും സാക്ഷ്യം വഹിക്കാൻ യേശുവിനോടുകൂടെ ഈ 3 പേർ തന്നെയുണ്ട്. അതിനൊരു സംഭവം, യായിറോസ് എന്ന പള്ളിപ്രമാണിക്ക് 12 വയസ്സുള്ളൊരു മകളുണ്ട്, മരിച്ചുപോയി. യായിറോസിന്റെ മരിച്ചുപോയ 12 വയസ്സുള്ള ആ മകളെ ഉയർപ്പിക്കുന്ന ആ ഉയർപ്പിന്റെ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ യേശുവിനോടുകൂടെ ആരുണ്ട്? ഈ 3 പേര്. ഇനി വേറൊരു സംഭവം, മാനവരാശിയുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി യേശു കാൽവറിയിൽ ക്രൂശ് മരണം വഹിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒലിവിൻ മലയിലെ ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥനയ്ക്ക് പോയി. ആ പ്രാർത്ഥനാ വേളയിലും യേശുവിനോടുകൂടെ ആരുണ്ട്? ഈ 3 പേര് തന്നെ. ഈ സമീപകാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, പാസ്റ്ററെ, യേശുവിന് മുഖപക്ഷമുണ്ടോ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അദ്ദേഹം എന്നോട് പറഞ്ഞു, യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? ഞാൻ പറഞ്ഞു, 12 പേര്. 12 ശിഷ്യന്മാർ യേശുവിനുള്ളോടത്ത് 9 പേരെ മാറ്റി നിർത്തിയിട്ട് പ്രസിദ്ധമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ എന്തുകൊണ്ടാണ് അവൻ ഈ 3 പേരെ മാത്രം കൊണ്ടുപോയത്? തന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ അപ്പോഴത്തെ സാഹചര്യം അനുവദനീയമല്ലായിരുന്നു. ആ ചോദ്യം എന്റെ മനസ്സിലും കത്തിക്കയറി. വീട്ടിൽ വന്ന് ബൈബിൾ നിവർത്തി ധ്യാനമുറിയിൽ ഈ ഭാഗം വായിച്ച് ഞാനും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് പ്രാണന് തുല്യം, അങ്ങ് ഹൃദയത്തിന് തുല്യം സ്നേഹിക്കുന്ന 12 ശിഷ്യന്മാർ അങ്ങേക്കുണ്ട്. 12 ശിഷ്യന്മാർ അങ്ങേക്കുള്ളിടത്ത് 9 പേരെ മാറ്റി നിർത്തിയിട്ട്, ആമേൻ, മറുരൂപമല ഉൾപ്പെടെ, ഗെത്സമന തോട്ടം ഉൾപ്പെടെ, യായിറോസിന്റെ മരണവീട് ഉൾപ്പെടെയുള്ള പ്രശസ്തമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ എന്തുകൊണ്ട് അങ്ങ് 3 പേരെ മാത്രം കൊണ്ടുപോയി എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞ മറുപടി, എല്ലാവരെയും എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ചിലതിനെ ഒറ്റയൊരിടത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എല്ലാവരെയും എല്ലാം കേൾപ്പിക്കാൻ പറ്റത്തില്ല. ചിലതിനെ ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാവരെയും എല്ലാം കാണിപ്പിക്കാൻ പറ്റത്തില്ല. ചിലതിനെ ഒന്നും കാണിപ്പിക്കാൻ പറ്റത്തില്ല. 12 ശിഷ്യന്മാർ ക്രിസ്തുവിനുള്ളിടത്ത് 9 പേരെ മാറ്റി നിർത്തിയിട്ട് ചരിത്ര പ്രസിദ്ധമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുക. എന്തുകൊണ്ട് ക്രിസ്തുവി 3 പേരെ മാത്രം കൊണ്ടുപോയി? ഈ 3 പേര് സാധാരണക്കാരല്ല. യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അടങ്ങുന്ന ഈ മൂവർ സംഘം ഇവർ സാധാരണക്കാരല്ല. ഇവർക്ക് വേദവ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. ഇവർ കർത്താവിന്റെ ആന്തരിക വൃന്ദമാണ്. ഇവർ യേശുവിന്റെ ഇന്നർ സർക്കിളാണ്. എന്താണ് ഈ ആന്തരിക വൃന്ദം എന്ന് പറഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്. ഈ ആന്തരിക വൃന്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, മറ്റുള്ള ആരും കണ്ടിട്ടില്ലാത്ത ചിലത് യേശുവിൽ കാണാൻ, മറ്റുള്ള ആരും കേട്ടിട്ടില്ലാത്ത ചിലത് യേശുവിൽ കേൾക്കാൻ, മറ്റുള്ള ആരും അനുഭവിച്ചിട്ടില്ലാത്ത ചിലത് യേശുവിൽ അനുഭവിപ്പാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, മറ്റുള്ള ആരും പോയിട്ടില്ലാത്ത ഇടത്ത് യേശുവിന്റെ കാലടികൾ പിൻപറ്റി പോകാൻ അവൻ മാറ്റിവെച്ചിരിക്കുന്നവരാണ് ഈ ആന്തരിക വൃന്ദം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ആ കൂടെയുള്ള വ്യക്തിയാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം, ഈ തലമുറയിൽ ആരും കണ്ടിട്ടില്ലാത്തത് നിങ്ങൾ യേശുവിൽ കാണും.